ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെറുതെ കളയുന്ന ചക്കമടൽ കൊണ്ട് ഒരു കിടിലൻ ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചക്കമടൽ ബജ്ജിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. ഇവിടെ ഇതേ കുറച്ച് ചക്കമടലുണ്ട്. ആദ്യം ഇതിൻ്റെ ചവണിയും അതുപോലെ തന്നെ പുറത്തെ ആ പച്ചമുള്ളില്ലേ അതും ചെത്തിക്കളയണം. അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ബജ്ജി ഉണ്ടാക്കാനല്ലേ, അപ്പം ഏകദേശം ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ടൊന്ന് തിരുമ്മണം. പിന്നീട് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ച് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ ഇത് എല്ലാം വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വയ്ക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിനുവേണ്ടി 5 ടേബിൾ സ്പൂൺ കടലമാവ്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 നുള്ളു സോഡാപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നീട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല തിക്കായിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇത് ബാറ്റർ നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ചക്കമടൽ ബാറ്ററി മുക്കി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. നമ്മുടെ ചക്കമടൽ ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് ചക്കമടലാണെന്ന് ആരും പറയില്ല, നല്ല ടേസ്റ്റാണ്. ചുമ്മാതെയോ സോസിൻ്റെയൊക്കെ കൂടെയോ കഴിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.